ഹലോ ഹായ് നികിത റവിലാണ്. വെറുതെ ഇരിക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ തോന്നും. ഇന്ന് കസ്റ്റർഡാണ് ഉണ്ടാക്കുന്നത്. അതിന് കൂടെ ഫുൾ ക്രീം മിൽക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ്, അതുകൊണ്ടാണ്. എന്നാലും ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ തോന്നി ഉണ്ടാക്കണമല്ലോ. കസ്റ്റർഡ് പൗഡർ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം കണ്ടപ്പോൾ വാങ്ങിച്ചു, ഉണ്ടാക്കാൻ തോന്നി. സാധാരണ പറയുന്ന പോലെ തന്നെ ഒരിക്കലും അടുക്കളയിൽ പണിയെടുക്കാൻ ആഗ്രഹിക്കാത്ത, പണിയെടുക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ഫുൾ ടൈം കിച്ചണിലാണ്, അടുക്കളയിലാണ് എന്ന് പറയാം. അങ്ങനത്തെ ഒരവസ്ഥയാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ ആ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ അടുക്കളയിൽ നിന്നല്ലേ. അപ്പം പിന്നെ അടുക്കളയിൽ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ. എന്നാലും കൂടി കൂടുതൽ നേരം എനിക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. കഴിക്കാൻ നേരത്തൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ കഴിക്കുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 അവർ മുന്നേയൊക്കെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരും. പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ അതവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും. അത് തിളയ്ക്കുന്ന നേരം വരെ ഒന്ന് നോക്കി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഭവിക്കുന്നതാണ് വെള്ളം വറ്റിപ്പോവും. അത് എന്താണെന്നറിയില്ല. ഗ്യാസ് ഓണാക്കി വെള്ളമൊക്കെ ഒഴിച്ച് പോന്ന് കഴിഞ്ഞാൽ വെള്ളം ചിലപ്പം നിറയെ വെള്ളം ഉണ്ടെങ്കിൽ അത് പകുതി വരെ വറ്റിയിട്ടുണ്ടാവും, തിളച്ച് തിളച്ച്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പോവും, മറന്നു പോകും. അവിടുന്ന് അടുക്കളയിൽ നിന്ന് കിച്ചണിലും കൊണ്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകും. പിന്നെ എപ്പോഴെങ്കിലും പോയി നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുമ്പോഴായിരിക്കും അയ്യോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലോ. എങ്ങനെയൊക്കെയാണ്. അപ്പേട്ടനും മോനും അടുത്തുണ്ട് കേട്ടോ. അപ്പൊ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അവരെന്നോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ബൈ ദ വേ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കസ്റ്റർഡിലേക്കുള്ള 500 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാക്കറ്റ് പാലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കുറച്ച് നമ്മൾ കസ്റ്റർഡ് പൗഡർ എടുത്ത് ഈ പാലും ചേർത്ത് മിക്സ് ചെയ്തൊരു കുറച്ചൊരു ഇതിൽ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് സ്റ്റെയർ ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. പക്ഷെ മാറ്റി വെച്ചാലും തന്നെ അത് അടിയിലേക്ക് ഇങ്ങനെ ഊറി കട്ട പിടിച്ച് പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം പാലിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി പാല് തിളപ്പിക്കാൻ വെക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ്. ഒരു ജസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട. അങ്ങനെ പിന്നെ പാല് തിളച്ച് വരണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഇഷ്ടപ്രകാരം എത്ര മധുരം വേണം എന്നുള്ളതൊക്കെ. പിന്നെ ഫ്രൂട്ട്സിനും കുറച്ച് മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്നാലും ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. പിന്നെ 500 ml കൊണ്ട് ഇവർ പറയുന്നത് 5 പേർക്ക് കഴിക്കാമെന്നാണ്. തിളച്ച് വന്നപ്പോൾ നമ്മൾ പേസ്റ്റ് എല്ലാം കലക്കി വെച്ച കസ്റ്റർഡ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ അവിടെ കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഇത് തണുപ്പിക്കാൻ വെക്കണം. ഡയറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടില്ല, അത് ചൂടാണല്ലോ, തിളച്ചതാണല്ലോ. അപ്പം അത് മൂടി വെച്ച് അത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ വാട്ടർമെലണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഭയങ്കര കളിയാണ്. അവൻ ജ്യൂസ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് സ്പൂൺ എടുത്ത് കുത്തി 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 ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇത് നമ്മളുടെ തണുത്ത് കഴിഞ്ഞിട്ടുള്ള കസ്റ്റേർഡാണ്. ഇനി ഇതിലേക്ക് എന്തായിരുന്നത്, നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇടാം. പൊമഗ്രാനൈറ്റ് ആണ് ഒന്ന്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുക. അതിൻ്റെ സൈഡൊക്കെ എന്നിട്ട് വരഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള മണിമണിയായിട്ടുള്ളത് മുറിഞ്ഞു പോവാതെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം അത് പൊമഗ്രാനൈറ്റ്, പപ്പായ, പഴം, പിന്നെ പേരക്ക, ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പൊമഗ്രാനൈറ്റ് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പപ്പായ ഫുള്ള് എടുക്കുന്നില്ല, ഒരു ചെറിയ പീസ് എടുത്താൽ മതി. പപ്പായയും നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. പപ്പായ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമ്മളുടെ പേരക്ക ഇടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അത്യാവശ്യം പഴുത്തതാണ്, എനിക്ക്
ഇഷ്ടമല്ലാത്തൊരു ഫ്രൂട്ടും കൂടിയാണ്, ഞാൻ കഴിക്കാറില്ല. അപ്പം ഇങ്ങനെ ഇതിലൊക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ നാരങ്ങ അത്തരത്തിലുള്ള പുളിപ്പ് അങ്ങനെ ഉള്ള ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് തരുത്തു പോകും, പാല് അല്ല ഉള്ളത്. അപ്പം ബാക്കി നമുക്ക് ഏത് സീസണൽ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. മാങ്ങ, ആപ്പിള് എല്ലാം ഇടാം, മുന്തിരി, സ്ട്രോബെറി, എല്ലാ ബെറീസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം ഇടാം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് ആണുള്ളത്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പേരയ്ക്കയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കിൻഡർ ജോയ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ കിൻഡർ ജോയ് ഇപ്പം വേണ്ട, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് എടുത്തുണ്ടായതാണ്. അപ്പം ലാസ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? 2 പഴം, ചെറുപഴമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കൂടി ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച കസ്റ്റർഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഗാർണിഷിങ്ങിനായിട്ടേ ആൽമണ്ട്സ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആൽമണ്ട്സും പിന്നെ പിസ്താഷ്യം അത് കുറച്ച് എടുക്കുന്നതല്ലോ കേട്ടോ. അത് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതിൻ്റെ തൊലി പൊളിച്ച് ഉള്ളിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് കസ്റ്റർഡിലേക്ക് എല്ലാ ഫ്രൂട്ട്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാനുള്ള ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പഴിനും എനിക്കും വാവക്കുമാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ വാവക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വാവക്ക് നമ്മൾ എന്തായാലും എടുത്ത് വെക്കും. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നേരത്തെ ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിസ്ത ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, സോൾട്ടഡ് പീനട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെയും നമുക്ക് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്യട്ടോ. കസ്റ്റേർഡ് വെനില ഫ്ലേവർ ആണെങ്കിലും കൂടിയിട്ട് ഞാൻ ഐസ്ക്രീം കുറച്ച് അതിൻ്റെ മേലെ ടോപ്പിങ്ങിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ടോപ്പിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വാവ കുറേ എടുത്ത് കൊണ്ടുപോയി കഴിക്കുന്നുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കസ്റ്റേർഡ് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റവിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം.